ശാസ്ത്രീയമായി കൃഷി ചെയ്തുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ശാസ്ത്രീയമായി വളർത്തിക്കൊണ്ടുവന്ന ബ്രോയിലർ ചിക്കനും കെൻഡക്കി ഫ്രൈഡ് ചിക്കനുമൊക്കെ, ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത ആടയാഭരണങ്ങൾ, ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ രാത്രിയെ പകലാക്കുന്ന നഗര പരിഷ്കരണങ്ങൾ, കുട്ടികളെ ശാസ്ത്രീയമായി കുട്ടിക്കാലത്ത് തന്നെ വിദ്യാഭ്യാസത്തിന് വിടുകയും ചെയ്തിട്ട് ശാസ്ത്രത്തിൻ്റെ അതിഭാവുകത്വത്തിൽ ജീവിക്കുന്നവരുടെ ആരോഗ്യം, വൈയക്തികവും സാമൂഹികവുമായ ആരോഗ്യം, പെരുമാറ്റച്ചിട്ടകൾ, അവരുടെ ഹൃദയത്തിനും തൈറോയിഡിനും കിഡ്നിക്കുമൊക്കെ വന്നു ഭവിക്കുന്ന പരിണാമഭേദങ്ങൾ, കോശാന്തരങ്ങൾക്കുണ്ടാകുന്ന അകാല വാർദ്ധക്യങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ശാസ്ത്രങ്ങളെ വിജ്ഞാനമുള്ള 10 പേരിരുന്ന് അതിൻ്റെ മൗലിക സ്വഭാവം മുതൽ അപഗ്രഥിക്കാൻ തുടങ്ങിയാൽ, ഇത്തരമൊരു അപഗ്രഥനത്തിന് ശാസ്ത്രത്തെ തുറന്ന വേദിയിൽ വിശകലനം ചെയ്യുവാൻ ശാസ്ത്രകാരന്മാരോ ശാസ്ത്രമനുഭവിക്കുന്ന ജനതയോ തയ്യാറായി കഴിഞ്ഞാൽ കച്ചവടക്കാർ അവരെ ജീവിക്കാൻ വിടുമോ എന്നതാണ് അടുത്ത ചോദ്യം. നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ ഒരു വഴിയിലായിരുന്നു. നമ്മൾ വിത്തേഷണ, അങ്ങനെ 3 ഏഷണകളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. നമുക്കതുവഴി തന്നെ പോകാമോ? തീർച്ചയായും. അന്യഥാകാമം എന്നാണ് ആ ദോഷത്തിൻ്റെ പേര്. അതെ, അത് ശാരീരിക ദോഷമാണ്, കായിക ദോഷമാണ്. അതായത് കായികമായി ശരീരം കാമത്തിൽപ്പെടുക. അതിന് വളരെ വിപുലമായ തലമുണ്ട്. പറയൂ സ്വാമിജി. വിധിയാം വണ്ണമല്ലാതെ കാമിക്കുക, അത് സർവത്ര സമീചീനമാകുന്നത് ലൈംഗികതയിലാണ്, അതിലൈംഗികതയിലാണ്. ലൈംഗിക ഉത്സർജനം ശരീരത്തിലുണ്ടാവുക, ഒരുവൻ്റെ ഏകാഗ്രത, ഒരുവൻ ലോകത്തിന് കൊടുക്കുന്ന ശാന്തി, ഒരുവൻ്റെ ആരോഗ്യം, ഇതിനോട് ലൈംഗികത ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ കുറച്ചു മാത്രമേ ആധുനികർക്കറിയൂ. ശരിയാണ് സ്വാമിജി. ലൈംഗികതയെ നല്ല രീതിയിൽ ഒരു ചാലക ശക്തിയായി ഉപയോഗിക്കുന്നുവെങ്കിൽ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യത്തിനും ശാന്തിക്കും ഒക്കെ അത് നന്നാണ്. ഒരു സന്യാസി അങ്ങനെ പറയുമ്പോൾ വല്ലാത്തൊരു ഇമേജ് തകർക്കുകയാണ്. ഒപ്പം സെക്സിനെ ഫലപ്രദമായി ഉപയോഗിച്ചു എന്ന് ധരിക്കുന്ന ആചാര്യന്മാരും നമുക്ക്. ഫലപ്രദമായി എന്ന പദത്തിന് വളരെ വലിയ അർത്ഥമുണ്ട്. പറയൂ സ്വാമിജി. ഒന്ന്, ലൈംഗികതയുടെ ഇരിപ്പിടം മസ്തുളങ്കമാണ്, തലച്ചോറാണ്. പറയൂ സ്വാമിജി. മസ്തിഷ്കമാണ്, അല്ലാതെ ആ ഇന്ദ്രിയങ്ങളല്ല. ലൈംഗികപരമായ ചിന്ത, ലൈംഗിക ഉത്സർജനം, ലൈംഗിക കർമ്മങ്ങൾ, ലൈംഗികതയുടെ വികാസപരിണാമങ്ങളിൽ വന്നിട്ടുള്ള ഉപകരണങ്ങൾ, ഇവയൊക്കെ വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാംസ്കാരികവും കോശപരവും പാരമ്പര്യപരവുമായ തലങ്ങളിൽ വരുത്തുന്ന പരിണാമഭേദങ്ങളെ ആധുനിക ശാസ്ത്രം ഇനിയും അർഹിക്കുന്ന തലത്തിൽ
ഗൗരവത്തിൽ എടുത്തു പഠിച്ചിട്ടില്ല. പറയൂ സ്വാമി. ഇതിനൊരു കാരണം, ഒന്ന്, ആധുനിക ശാസ്ത്രത്തിൻ്റെ വികാസ പരിണാമങ്ങളെ നിയന്ത്രിക്കുന്നത് ശാസ്ത്രകാരന്മാരല്ല. ആധുനിക ശാസ്ത്രത്തിൻ്റെ വികാസ പരിണാമങ്ങളെ നിയന്ത്രിക്കുന്നത് വ്യവസായ പ്രമുഖന്മാരാണ്. ഭാരതീയ വൈജ്ഞാനിക ശാസ്ത്രവും പാശ്ചാത്യ വൈജ്ഞാനിക ശാസ്ത്രവും തമ്മിലുള്ള അന്തരം അത് ആരിലൂടെ വളരുന്നു, ആര് നിയന്ത്രിക്കുന്നു, ആര് പ്രചരിപ്പിക്കുന്നു എന്നത് തന്നെയാണ്. പറയൂ സ്വാമിജി. ഇത് നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു ഉപോൽപ്പന്നമാണെന്ന് മറന്നു പോകരുത്. മനസ്സിലായി. പ്രധാന വിഷയത്തിൽ നിന്ന് നമ്മൾ അല്പം ഗതി മാറുകയാണ്. ഏഷണാത്രയങ്ങളിൽ തുടങ്ങേണ്ടതിന് മുമ്പ്, കഴിഞ്ഞ തവണ നിർത്തിവെച്ച ഏഷണാത്രയങ്ങളിൽ തുടങ്ങേണ്ടതിന് മുമ്പ് അന്യഥാകാമത്തിൻ്റെ വളരെ വിപുലമായ ഒരു സങ്കേതത്തെ എങ്ങനെ തമസ്കരിക്കപ്പെടുന്നു എന്നറിയേണ്ടതാണ്. അതെ സ്വാമിജി. ആധുനിക ശാസ്ത്രത്തിൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യ മനസ്സിന് പ്രലോഭനം മാത്രമാണ് നൽകുന്നത്. സാമൂഹിക ആരോഗ്യത്തെ അത് കെടുത്തുന്നു. സാമാജിക തഥ്യങ്ങളെ അത് നശിപ്പിക്കുന്നു. ധർമ്മത്തെ അത് കാർന്നു തിന്നുന്നു. ഇത്രയും കൃത്യമായി ഒരു അഭിപ്രായം പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം. പറയൂ സ്വാമിജി. അതെനിക്കും. സ്വാമിജി എന്തൊക്കെയാണ് സൂക്ഷിച്ചതെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. അതായത് ധർമ്മം അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം ശാസിക്കുന്നവൻ കൂടിയാണ്. ഒരുവൻ അവൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നത് ശാസ്ത്രീയമായാണ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അവൻ ജീവിതത്തിൽ ദുഃഖിക്കരുത് എന്നുള്ളതാണ്. ഭയമുണ്ടാവരുതെന്നാണ്. മനുഷ്യനിൽ നിന്ന് ലൗകികങ്ങളും അലൗകികങ്ങളുമായ ഭയങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ സഹായകമായ ഒന്ന് ശാസ്ത്രം മാത്രമാണ്. തർക്കമറ്റ ഒരു കാര്യമാണത്. ഒരുവൻ്റെ സ്നേഹബന്ധങ്ങളെ മുഴുവൻ ഊട്ടി ഉറപ്പിക്കുന്നത് ശാസ്ത്രം കൊണ്ടല്ലാതെ മറ്റൊരു വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടും സാധ്യമല്ല. അവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ ശാസ്ത്രീയമായ ഒരു കാര്യം അതുപോലെ ചെയ്യുവാനുള്ള ഒരു ഉൾപ്രേരകമായി അവനിൽ നിന്ന് പ്രവർത്തിക്കിയാൽ അവൻ്റെ വഴിയും വെളിച്ചവും ശാസ്ത്രമല്ലാതെ മറ്റൊന്നല്ല. അതുതന്നെയാണ് ധർമ്മവും. മനസ്സിലായി സ്വാമിജി. ആ ശാസ്ത്രത്തെ, ആ ധർമ്മത്തെ അവൻ രക്ഷിക്കുകയാണെങ്കിൽ ഭാവിയിൽ അത് അവനെ രക്ഷിക്കണം. അതെ. മതങ്ങളെ, മത ആചാരങ്ങളെ, ജാതികളെ, ജാതി ആചാരങ്ങളെ, ആധുനിക ശാസ്ത്രത്തെ, ആധുനിക ശാസ്ത്രത്തിൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ്, പെരുമാറ്റച്ചട്ടത്തെ, ആധുനിക രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളെ ഭരിക്കുന്ന രാഷ്ട്രീയ സദാചാരങ്ങളെ, വ്യത്യസ്ത രാഷ്ട്രങ്ങളുടെ ഭരണഘടനയെ ഒക്കെ മുമ്പിലേക്ക് വച്ച് ആധുനിക ചിന്തയുടെ പശ്ചാത്തലത്തിൽ തന്നെ ചിന്തിച്ചാൽ ഇതിലേതെങ്കിലും ഒന്ന്, പ്രത്യയശാസ്ത്രങ്ങൾ ഉൾപ്പെടെ, അതിനെ പിൻപറ്റി നിലവിളിച്ച് നടന്ന ജനതയെ രക്ഷിക്കുമോ? ഇപ്പോൾ ഒരാശയക്കുഴപ്പമായി സ്വാമിജി. അങ്ങനെ രക്ഷിക്കുകയില്ലെങ്കിൽ അവ എങ്ങനെ ശാസ്ത്രമാവും? ശരിയാണ് സ്വാമിജി. ഞാൻ എൻ്റെ നെഞ്ചേറ്റി വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ പ്രത്യയശാസ്ത്രമാണ് ശരി എന്ന് 100% വിശ്വസിച്ച് പ്രവർത്തിച്ച്
20, 30, 40, 50, 100 സംവത്സരം പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് അതെൻ്റെ ആരോഗ്യത്തെ, എൻ്റെ മനഃശാന്തിയെ, എൻ്റെ കുട്ടികളുടെ ഭാവിയെ, എൻ്റെ ചുറ്റുപാടുമുള്ള സമാജത്തെ, എൻ്റെ ലോകം എന്നൊരു ലോകമുണ്ട്, ആ ലോകത്തെ സംരക്ഷിച്ചു നിർത്തുവാൻ പര്യാപ്തമല്ല എങ്കിൽ അതെങ്ങനെ ശാസ്ത്രം? ഒരിക്കലും ശാസ്ത്രമല്ല സ്വാമിജി. സ്വാമിജി പറഞ്ഞത് ശരിയാണ്. ഈ ഒരു നിർവചനത്തിനകത്തേക്ക് ഇന്ന് നിലവിലുള്ള മതങ്ങളുടെ സിദ്ധാന്തങ്ങളോ ജാതീയങ്ങളായ സിദ്ധാന്തങ്ങളോ സംഘടനകളുടെ ഭരണഘടനകളോ ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രലപനങ്ങളോ ചേർത്തു വെച്ച് പഠിച്ചാൽ ഇവയൊക്കെ നിരാകരണ സമർത്ഥമല്ലാതെ സ്വീകരണ സമർത്ഥമാകുന്നുണ്ടോ? ആകുന്നില്ല സ്വാമിജി. സസ്യങ്ങളോടും ജന്തുക്കളോടും തൻ്റെ സമസൃഷ്ടങ്ങളോടും ഇടപഴകി അവയ്ക്കു വേണ്ടി ഇന്നലെ ജീവിച്ച സ്ത്രീയും പുരുഷനും സ്ത്രീയെ വേറിട്ടോ പുരുഷനെ വേറിട്ടോ കാണാതെ ജീവിച്ചു വന്ന ഒരു സാമൂഹിക ഘടനയ്ക്കുള്ളിൽ അവർ വിശ്വസിച്ച വിശ്വാസ പ്രമാണങ്ങൾ വാർദ്ധക്യത്തിൽ അവരെ രക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല സ്വാമിജി. ആലോചിച്ച് നോക്കുക. കൃത്യമായി. അതായത് ഇന്നത്തെ സമൂഹം രൂപാന്തരപ്പെട്ടു വന്നിട്ടുണ്ട്. വളരെ ശക്തമായി ഇന്നത്തെ സമൂഹം, അല്ലേ? അതെ, തീർച്ചയായും. ആ സമൂഹത്തിൻ്റെ വളർച്ചയുടെ പന്ഥാവിൽ ഒരു കുട്ടിയെ ഇന്ന് വളർത്തുന്നു. ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് വളർത്തുന്നത്. അതെ, തീർച്ചയായും. ആഹാരത്തിലും ആഹാരം ശാസ്ത്രീയമായ കൊടുക്കുന്നത്. അതെ, ആണോ? തീർച്ചയായും. ഇത്ര വൈറ്റമിൻ, ഇത്ര മിനറൽ WHO നിലവാരത്തിലാണ് കൊടുക്കുന്നത്. ആണല്ലോ. തീർച്ചയായും. അങ്ങനെ കൊടുത്തു വളർത്തിക്കൊണ്ടുവന്ന കുട്ടികൾ ഉപ്പ് അയോഡൈസ്ഡ് വേണം. ഗവൺമെൻറ് തീരുമാനിച്ചു, ശാസ്ത്രകാരന്മാർ പറഞ്ഞിട്ടാണ് തീരുമാനിച്ചു. ചെറുപ്പത്തിൽ വാക്സിനേഷൻ വേണം, ഗർഭകാലത്തിന് ഇന്ന പരിചരണങ്ങൾ വേണം, വീടുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ പ്രസവിച്ചുകൂടാ, ആശുപത്രികളിൽ മാത്രമേ പ്രസവിക്കാവൂ, ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് വേണം, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരണം. ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു രോഗത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്നുള്ളൂ. കിഡ്നി രോഗത്തിന് ഇൻഷുറൻസ് ഉള്ള കമ്പനി, ഹൃദ്രോഗത്തിന് ഇൻഷുറൻസ് ഉള്ള കമ്പനി. ഈ വൈദ്യമേഖലയിലെ സ്പെഷ്യലൈസേഷനെ പോലെ തന്നെ ബാങ്കും ഇതേപോലെ ഉണ്ട്, ഇൻഷുറൻസുകളുണ്ട്. അപ്പോൾ എൻ്റെ കിഡ്നിക്ക് ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ട് ഹൃദയത്തിന് രോഗം വന്നാൽ എനിക്ക് ഇൻഷുറൻസ് കിട്ടില്ല. ഞാൻ ശഠിക്കുന്നത് ഡോക്ടർ എൻ്റെ കിഡ്നിക്ക് തന്നെയാണ് രോഗം, ഹൃദയത്തിനല്ല. നിങ്ങൾ കിഡ്നിക്കുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് തരണം. മനസ്സിലായി സ്വാമിജി. വളരെ സങ്കീർണങ്ങളായ വളരെ സങ്കീർണങ്ങളായൊരു പദ്ധതിയിലൂടെ ശാസ്ത്രത്തെ മേയിച്ചു കൊണ്ടുപോകുമ്പോൾ ശാസ്ത്രീയമായി കൃഷി ചെയ്തുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ശാസ്ത്രീയമായി വളർത്തിക്കൊണ്ടുവന്ന ബ്രോയിലർ ചിക്കനും കെൻഡക്കി ഫ്രൈഡ് ചിക്കനുമൊക്കെ, ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത ആടയാഭരണങ്ങൾ, ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ രാത്രിയെ പകലാക്കുന്ന നഗര പരിഷ്കരണങ്ങൾ, ഇതിലൂടെ ജീവിക്കുകയും കുട്ടികളെ ശാസ്ത്രീയമായി കുട്ടിക്കാലത്ത് തന്നെ വിദ്യാഭ്യാസത്തിന് വിടുകയും ചെയ്തിട്ട് ശാസ്ത്രത്തിൻ്റെ അതിഭാവുകത്വത്തിൽ ജീവിക്കുന്നവരുടെ ആരോഗ്യം, വൈയക്തികവും സാമൂഹികവുമായ ആരോഗ്യം, പെരുമാറ്റച്ചിട്ടകൾ,
അവരുടെ ഹൃദയത്തിനും തൈറോയിഡിനും കിഡ്നിക്കുമൊക്കെ വന്നു ഭവിക്കുന്ന പരിണാമഭേദങ്ങൾ, കോശാന്തരങ്ങൾക്കുണ്ടാകുന്ന അകാല വാർദ്ധക്യങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ശാസ്ത്രങ്ങളെ വിജ്ഞാനമുള്ള 10 പേരിരുന്ന് അതിൻ്റെ മൗലിക സ്വഭാവം മുതൽ അപഗ്രഥിക്കാൻ തുടങ്ങിയാൽ അശാസ്ത്രീയമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ എനിക്കത് കൂട്ടിച്ചേർക്കാൻ കൂടി തോന്നുന്നത്, വാർദ്ധക്യമുള്ളവരോടുള്ള ആധുനികരുടെ സമീപനം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് ഭീകരമാണ്. ഇത്തരമൊരു അപഗ്രഥനത്തിന് ശാസ്ത്രത്തെ തുറന്ന വേദിയിൽ വിശകലനം ചെയ്യുവാൻ ശാസ്ത്രകാരന്മാരോ ശാസ്ത്രമനുഭവിക്കുന്ന ജനതയോ തയ്യാറായി കഴിഞ്ഞാൽ കച്ചവടക്കാർ അവരെ ജീവിക്കാൻ വിടുമോ എന്നതാണ് അടുത്ത ചോദ്യം. അന്ധവിശ്വാസമായി ആചരിക്കുന്നത് ആധുനിക ശാസ്ത്രത്തെയാണോ പ്രാചീനതയെയാണോ? ആധുനികതയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിൻ്റെ ഒരു ഗ്രാഫ് താഴുന്നില്ലല്ലോ സ്വാമിജി. ഈ ഒരു ആധുനികമായ സ്വാമിജി ഇത്രയും വിശദീകരിച്ചപ്പോൾ അത് കൃത്യമായി കമ്പോളമാണെന്നുള്ളൊരു ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കമ്പോളത്തിൽ അതിൻ്റെ പരസ്യവും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും പിന്നെ അത് ലോകം ഒന്നായി ഒരു ചൂഷണ കേന്ദ്രം എന്ന രീതിയിൽ വികസിക്കുകയും ആ മേഖലയിൽ വമ്പൻ കോർപ്പറേറ്റുകളുടെ ഇടപെടലും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഗ്രാഫ് മുകളിലോട്ട് പോവുക തന്നെ ചെയ്യുകയാണ്. അപ്പോൾ അത് വിശ്വാസപൂർവ്വം തന്നെയാണ് പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. മാധ്യമങ്ങളും ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളുമെല്ലാം ഒന്നിച്ച് വ്യാവസായിക പ്രാധാന്യത്തിൽ മാത്രം രൂപപ്പെടുത്തിയെടുത്ത കൃത്യമായ തന്ത്രങ്ങൾ കൊണ്ട് മെനഞ്ഞ തികച്ചും അശാസ്ത്രീയമായ ഒരു മുന്നേറ്റമാണിത്. അതെ, ഇവിടെ ഈ ശാസ്ത്രങ്ങളൊന്നും അതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നവനെ രക്ഷിക്കുകയില്ല, അവൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയിൽ കച്ചവടത്തിന് പ്രാധാന്യമുണ്ടാക്കുകയും ചെയ്യും. ശരിയാണ് സ്വാമിജി. ഇനി അത് അപഗ്രഥിക്കാനുള്ള കഴിവ് ആധുനിക തലമുറയ്ക്ക് അവന് ലഭിക്കുന്ന വിദ്യാഭ്യാസം നൽകുമോ എന്നതും അടുത്ത ചോദ്യമാണ്. സങ്കീർണമായ ചോദ്യമാണ്. അതെ സ്വാമിജി. ഒരു LKGയോ UKGയോ 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ ഡിഗ്രിയോ സിലബസ് എടുത്തു നോക്കിയാൽ പഴയ കാലത്തെ സിലബസിൽ ആ കുട്ടിയുടെ ബൗദ്ധിക വളർച്ചയ്ക്കനുസരിച്ച് പഠിച്ചുൾക്കൊള്ളാൻ പറ്റുന്നതേ സിലബസിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കേട്ടിട്ടുണ്ട് സ്വാമിജി. വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പഠിപ്പിക്കാൻ ഒരധ്യാപകന് വിഷമമില്ലാത്തതു മാത്രമേ സിലബസിലുണ്ടായിരുന്നുള്ളൂ. ശരിയാണ്, തീർച്ചയായും. എന്നാൽ സിലബസ് ഒക്കെ മാറി. കുട്ടിക്ക് പഠിച്ചെത്താൻ പറ്റാത്തത്ര സിലബസ് ദേശമുഖ കമ്മീഷനും കോത്താരി കമ്മീഷനും രാധാകൃഷ്ണൻ കമ്മീഷനും UGCയും യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനും എല്ലാം രൂപാന്തരപ്പെട്ട് പുതിയ പുതിയ സിലബസുകൾ, പുതിയ തരം സ്കൂളുകൾ, ഒരു സ്കൂളിനേക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നു എന്ന് പറയാവുന്ന അതേ സിലബസുള്ള സ്കൂളുകൾ തമ്മിലുള്ള മത്സരം, അതിനേക്കാൾ കൂടുതലായി പുതിയ തരം പഠിപ്പിക്കലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBSE, SSC തുടങ്ങിയ ഒരുപാട് പദ്ധതികളുണ്ട്. നവോദയ, ഒരുപാട് പദ്ധതികൾ ഇന്ന് കേരളത്തിലുണ്ട്. കേട്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ നെടുങ്കൻ സിലബസുകൾ. അവ പഠിപ്പിക്കുവാൻ താല്പര്യവും പഠിപ്പിക്കുവാനുള്ള അറിവും അതിനെ സമാഹരിച്ചു കൊണ്ടുവന്ന് വിദ്യാർത്ഥിയെ വളർത്താനുള്ള പ്രതിബദ്ധതയും ഉള്ള അധ്യാപകനെ
ഇല്ലാതെ സിലബസ് കൊണ്ട് വിദ്യാഭ്യാസ ലോകം നടത്തുന്ന ഞാണിന്മേൽ കളികൾ. പുറത്തുനിന്ന് ആര് നോക്കിയാലും സിലബസിൻ്റെ ഗാംഭീര്യത്തിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ അളക്കാനൊരുങ്ങിയാൽ ഇത്രയും നല്ലൊരു വിദ്യാഭ്യാസ മാതൃക ലോകത്തുണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം പഠിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഇത് പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്തെഴുതി വെച്ചാലും മാർക്ക് കൊടുക്കേണ്ട അവസ്ഥ. ആ പഠിക്കലിലും മാർക്ക് കിട്ടലിലുമാണ് വിദ്യാർത്ഥിയുടെ കഴിവിരിക്കുന്നത്, അല്ലാതെ എഴുതി വെച്ച സിലബസിലല്ല. ഇത് മറന്നുപോകുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം. ഇസ് ഇറ്റ് ട്രൂ? ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ പോകുമ്പോൾ ഇന്നലെ ഉള്ളത് പഠിച്ച് അതറിയാവുന്ന, അത് പ്രകടിപ്പിക്കാൻ അറിയാവുന്ന, അതിൽ സാമാന്യജ്ഞാനം സിദ്ധിച്ച, അറിയാവുന്നത് എനിക്കറിയാം എന്ന് വിശ്വസിക്കുകയും അറിയില്ലാത്തത് എനിക്കറിയില്ല എന്ന് അറിയുകയും ചെയ്യുന്ന അറിവും അറിവില്ലായ്മയും തിരിച്ചറിയുന്ന ഒരറിവ് ഇന്നലെ ജനതയ്ക്കുണ്ടായിരുന്നു. തീർച്ചയായും സ്വാമിജി. സർട്ടിഫിക്കറ്റുകളിലൂടെ, ലൈസൻസുകളിലൂടെ അറിയില്ലാത്തതെല്ലാം എനിക്കറിയാമെന്ന ഒരു അഹങ്കാരവും അതറിയാതിരിക്കലും കൊണ്ട് കെട്ടിമറിയുന്ന ഒരു ലോകം. അവരാണ് ഈ ശാസ്ത്രത്തിൻ്റെ പ്രോത്ഘാടകരായി രംഗത്ത് നിൽക്കുന്നത്. കച്ചവടക്കാർക്ക് എന്തും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയും. അതെ സ്വാമിജി. കാരണം ഇവൻ്റെ ലൈസൻസിലും ഇവൻ്റെ പരീക്ഷ കഴിഞ്ഞുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിലുമാണ് ഇവൻ അറിവുണ്ട് എന്ന് ലോകം തീരുമാനിക്കുന്നത്. അതെ, അത് മിനിമം പ്രാഥമികമായി ആവശ്യമുള്ള ഈ മെമ്മറി പവറും അതിൻ്റെ ഒരു പരിശീലനം കിട്ടിയാൽ, അല്ലെ ഉണ്ടായാൽ, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പൈസ കൊടുത്തും അത് വാങ്ങിക്കാമെന്ന് പറയുന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ വളർന്നു. അപ്പോൾ കച്ചവടക്കാരൻ്റെ കയ്യിൽ മാത്രമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസവും ഇന്ത്യൻ ശാസ്ത്രലോകവും ഇന്ന് നിൽക്കുന്നത്. ഇവയോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത, ഇവയെ യാതൊരു വിധത്തിലും ഉൾക്കൊള്ളാത്ത, കച്ചവട താല്പര്യങ്ങളെ മാത്രം കാണുന്നവൻ ആ കച്ചവട താല്പര്യത്തോടുകൂടി ഇവൻ്റെ അറിവില്ലായ്മയെ കൂടി കച്ചവടത്തിന് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന വിധമാണ് ശാസ്ത്രം ഇന്ന് ഉപയോഗിക്കുന്നത്. ഇന്നലെ അറിയാവുന്നത് എനിക്കറിയാം, ഇതെനിക്കറിയില്ല, അതുകൊണ്ട് അറിയില്ലാത്തതിൻ്റെ അടിയിൽ അറിയില്ലാത്തവൻ ഒപ്പിടില്ല. അതറിയാവുന്നവനെ കാണണമെന്ന ഒരു ബോധമെങ്കിലും ജനതയ്ക്ക് ഉണ്ടാകും. അറിയില്ലാത്തവൻ അറിയുന്നവൻ്റെ രംഗവേദികളിൽ ഇരിക്കുമ്പോൾ അറിവില്ലായ്മ അറിവാണെന്ന് തെറ്റിദ്ധരിക്കുകയാൽ ശാസ്ത്രം മരിക്കും. കാലാന്തരത്തിൽ ജനതയുടെ വിശ്വാസ പ്രമാണങ്ങൾ നഷ്ടപ്പെടും. ശാസ്ത്രത്തിൻ്റെ രക്ഷകൻ എന്ന സ്വഭാവം എടുത്തു കളയും. അതിനെ മാധ്യമങ്ങൾ അറിവില്ലാത്തവരുടെ കരങ്ങളിലായതുകൊണ്ട് പുകഴ്ത്തും. ഭരണാധികാരികൾ ഭരണം അറിവില്ലാത്തവൻ്റെ കയ്യിലായതുകൊണ്ട് വികാരങ്ങളായിരിക്കും ചർച്ചകൾ, വിചാരമായിരിക്കില്ല. ഈ ദുസ്ഥിതി നമ്മുടെ മുമ്പിൽ ഇന്നുണ്ട്.